أعوذ بالله من الشيطان الرجيم ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. 265 വചനം നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തേടിക്കൊണ്ട് അവരുടെ മനസ്സുകളിൽ വിശ്വാസമുറപ്പിച്ചുകൊണ്ടും ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് കമസലി ജന്നത്തിൻ ബിറബുവത്തിൻ, ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തോടാകുന്നു. അസാബഹ വാബിലുൻ ഫആതത് ഉകുലഹ ദിഅഫൈൻ, അതിനൊരു കനത്ത മഴ ലഭിച്ചപ്പോൾ അത് രണ്ടിരട്ടി കായ്കനികൾ നൽകി. ഫഇൻ ലം യുസിബ്ഹ വാബിലുൻ ഫതൽ, ഇനി അതിന് കനത്ത മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാറൽ മഴയെ ലഭിച്ചുള്ളൂ, എങ്കിലും അത് മതിയാകുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കി. വമസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർദാത്തില്ലാഹ്. ഇബ്തിഗാഅ മർദാത്തില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് എന്നതോടൊപ്പം ഉണ്ടാകേണ്ട രണ്ടാമത്തേത് വതസ്ബീതൻ മിൻ അൻഫുസിഹിം എന്നാണ്. സബാത്ത് തസ്ബീത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആശയം സ്ഥിരപ്പെടുക എന്നാണ്. മനസ്സിൽ നിന്ന് സ്ഥിരപ്പെട്ടുകൊണ്ടായിരിക്കണം, മനസ്സിൽ നിന്നുള്ള ഉറപ്പോടുകൂടിയായിരിക്കണം. മനസ്സിലായില്ലേ? അഥവാ സ്വയം പ്രേരിതനായിക്കൊണ്ടായിരിക്കണം. വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് സ്വയം പ്രേരിതനാകണം. അതാണ്, അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം സന്നദ്ധനായി ചെയ്യണം. അതല്ലാതെ ആരുടെയെങ്കിലും പ്രലോഭനമോ ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടോ, ഏതെങ്കിലും മനുഷ്യന്മാരെ ഭയപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അർദ്ധ മനസ്സോടെയോ മനമില്ലാ മനസ്സോടെയോ അങ്ങനെയൊന്നും ചെയ്യരുത്. തസ്ബീതൻ മിൻ അൻഫുസിഹിം, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് ഇഖ്ലാസിൻ്റെ രണ്ടാമത്തെ അടയാളം. ഈ തസ്ബീതൻ മിൻ അൻഫുസിഹിം എന്ന് പറയുന്നത് എന്താ? അതാണ് ശരിക്ക് സത്യസന്ധത എന്ന് പറയുന്നത്. അവന് ഉറപ്പുണ്ട് എന്ത്? അള്ളാഹു അവൻ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് പൂർണ്ണമായ പ്രതിഫലം നൽകും എന്ന് അവനുറപ്പുണ്ടത്. മനസ്സിലായില്ലേ? ഒരു സംശയവുമില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് നബി പറഞ്ഞല്ലോ. ഒരാൾ നോമ്പ് നോക്കുന്നതിൻ്റെ ഉദ്ദേശം ഈമാനൻ വഹ്തിസാബൻ, വേറെ ഒരു ആഗ്രഹവുമില്ല, വേറെ ഒന്നുമല്ല. അത് ശരിക്കും എന്താ? അപ്പോഴും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ഈമാൻ ഇഹ്തിസാബ്.
ഈമാനോടുകൂടി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ മാത്രം, വേറൊന്നുമില്ല. അങ്ങനെ തഖ്വ ഉണ്ടാക്കണം. തഖ്വ ഉണ്ടാക്കാനുള്ള നോമ്പ്. അപ്പോൾ അതിലൂടെ എൻ്റെ മനസ്സിനെ അള്ളാഹുവിനോട് അടുപ്പിക്കാൻ കഴിയും. അതിനുള്ള ഒരു പരിശീലനമാണ് നോമ്പ്. ഇതുപോലെ നമുക്ക് തസ്ബീത്തുൻ നഫ്സ്, അതിനു വേണ്ടിയുള്ള കടുപ്പമുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഈ ദാനം എന്ന് പറയുന്നത്. അത് അങ്ങനെ തസ്ബീത്തുൻ നഫ്സോടുകൂടിയാണ് നാം അത് ചെയ്തതെങ്കിൽ തീർച്ചയായും പരലോകത്തേക്കുള്ള വലിയ ഒരു നിക്ഷേപമാകും അത്. മനസ്സിലായില്ലേ? അതാണ് സ്വന്തം ആവശ്യങ്ങൾ അവഗണിച്ച് അന്യരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു സമൂഹത്തിൻ്റെ ചരിത്രം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരു വല്ലാത്ത സംഭവമല്ലേ? ദാനം ചെയ്യുന്ന വസ്തുവിൻ്റെ മൂല്യമല്ല പ്രശ്നം, അല്ല, അതല്ല പ്രശ്നം. എത്ര കനത്ത തുക നോ, വലിയ കാര്യം അല്ല, ചെറുതും. പക്ഷേ എങ്ങനെയായിരിക്കണം? തസ്ബീത്തൻ മിൻ അൻഫുസിഹിമായിരിക്കണം. അവിടെയാണ് ശരിക്ക് തസ്ദീഖ് ഉണ്ടാകുന്നത്, യഖീൻ ഉണ്ടാകുന്നത്. എനിക്ക് എൻ്റെ ഉള്ളിൽ സത്യസന്ധമായാണ് ചിലവാക്കി, കാരണം എനിക്ക് അള്ളാഹു ഇതിന് ഇന്ന പ്രതിഫലം നൽകും, അതിലെനിക്ക് യഖീനുണ്ട്, ഉറപ്പുണ്ട്. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ കാര്യം വിവരിക്കുന്നിടത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ഫഇന്നൽ മുൻഫിഖ് യഅ്തരിദുഹു ഇൻദ ഇൻഫാഖിഹി ആഫതാൻ. ഒരു ചെലവഴിക്കുന്നവൻ ചെലവഴിക്കുമ്പോൾ രണ്ട് ആപത്തുകൾ അവൻ്റെ മുമ്പിലുണ്ട്, വരും. ഒന്നാമത്തെ ആപത്ത് എന്താ? അതാണ് ഇതിൽ പറഞ്ഞത്. ഒന്നാമത്തെ ആപത്ത്, ചെലവഴിക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും പ്രശംസ, പുകഴ്ത്തൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാകാം. മനസ്സിലായില്ലേ? ഇതാണ് ചെലവഴിക്കുന്ന മഹാഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ. അവർ ജനങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ ശ്രദ്ധയുണ്ടാകുന്നതിന് വേണ്ടിയാണ്. എന്തല്ല, അള്ളാഹുവിൻ്റെ റിള ആഗ്രഹിച്ചിട്ടില്ല. രണ്ടാമത്തെ ആപത്ത് ഈ വചനത്തിൽ പറഞ്ഞതാണ്, മനസ്സിൻ്റെ ദുർബലത. മനസ്സിനൊരുറപ്പില്ല, മനസ്സിനൊരിഷ്ടമല്ല. കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കൊടുക്കണോ, കൊടുക്കണ്ടേ? ശൈത്താൻ എന്ത് ചെയ്യും? അശ്ശൈത്താനു യഅ്ദുക്കുമുൽ ഫഖർ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടത്. ശരിക്ക് വിശ്വാസികൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് വിശ്വാസികൾ അത് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പറയാം. ശൈത്താൻ ഫഖറിനെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കും തോന്നുന്നു നമുക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഇല്ലാതെ പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ വേണ്ട, ശൈത്താൻ പറയും, എടോ കൊടുക്കണ്ട, എനിക്കെന്നെ ഇപ്പോൾ ആവശ്യമുണ്ടാവും, കുറേ ആവശ്യങ്ങൾ വരാനില്ലേ, നിൻ്റെ മക്കളുടെ അതില്ലേ ഇതില്ലേ, അവർ വലുതാകല്ലേ, ഇങ്ങനെ. അല്ലെങ്കിൽ നിനക്കൊരു രോഗം വന്നാൽ നീ എന്ത് ചെയ്യും? ചികിത്സിക്കേണ്ടി വരൂലേ? അല്ലെങ്കിൽ നിനക്ക് കടം വന്നാലോ? വല്ലാത്തൊരത്ഭുത. ഇങ്ങനെ വേണ്ട, കൊടുക്കണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ നമ്മളതിന് വശംവദരാവും? കാരണം എന്താ? തസ്ബീത്ത് മിൻ അൻഫുസിഹിം ഉണ്ടാകുന്നില്ല, തസ്ബീത്ത് ഉണ്ടാകുന്നില്ല. അതാണ്. നേരെ മറിച്ച് നോക്കൂ, അതിങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനൊരു ചിന്ത വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വാചകം ഉണ്ടല്ലോ, ഒരു ഖുദ്സിയ ഹദീസിൽ, യാ ബനി ആദം ഉൻഫഖ് അലൈക്, മനുഷ്യപുത്ര ചെലവാക്കിക്കോ, നിനക്ക് വേണ്ടി ചെലവഴിക്കപ്പെടും, നീ പേടിക്കണ്ട. നീ ഇപ്പം ചെലവാക്കിയാൽ നീ ബുദ്ധിമുട്ടുന്ന സമയത്ത് അള്ളാഹു നിൻ്റെ മുമ്പിൽ വരും. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. വല്ലാത്ത വാക്കല്ലേ?
അല്ലാഹു തആല പറയുന്നത്. നമുക്ക് സത്യത്തിൽ നമുക്കിതൊന്നും ബോധ്യമാകുന്നില്ല ഇല്ല എന്നതാണ് നമ്മുടെ വിഷയം, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സബയിലെ 39-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഖുൽ ഇന്ന റബ്ബീ യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു. നീ പറയേണ്ടത് എന്താ? നിശ്ചയമായും എൻ്റെ റബ്ബ് അവൻ്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കും. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. അതാണ്, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അവൻ അതിന് പകരം നൽകും. കാരണം വഹുവ ഖൈറുർ റാസിഖീൻ, അവനാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. ഇത് വന്നിട്ട് നമുക്ക് ചെലവഴിക്കാൻ കഴിയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ നഖസ മാലും മിൻ സദഖ, സദഖ ചെയ്താൽ നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോകില്ല. ഈ തറദ്ദുദ് വരുന്ന സമയത്ത് വേണോ വേണ്ടോ അതിലേക്ക് പോകാതെ, വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോകാതെ വേണം. കാരണം ഞാൻ കുടുങ്ങുന്ന സമയത്ത് എനിക്ക് കിട്ടണം, അള്ളാഹു എനിക്ക് പകരം തരും. അള്ളാഹുവാണ് ഖൈറുർ റാസിഖീൻ. സദഖ കൊണ്ടാരും ദരിദ്രനായിട്ടില്ല. അപ്പോൾ നമുക്കെന്ത് കിട്ടും? ഉള്ളിൽ നിന്ന് നല്ല ഒരു ധൈര്യം കിട്ടും ചിലവാക്കാൻ. അതാണ് വതസ്ബീതൻ മിൻ അൻഫുസിഹിം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഇതാ കിട്ടേണ്ടത്. വളരെ പ്രധാനമാണ് ഇത്. ഇതാണ് ഇഖ്ലാസിൻ്റെ രണ്ടാമത്തെ കാര്യം. സിദ്ഖാണ്. ഞാൻ വിശ്വസിക്കുന്നത് സത്യമാണ്, അതാണ് സത്യമാണ്, എനിക്കെന്തില്ല, സംശയമില്ല. ഇവിടെയാണ് ഒരു വിശ്വാസിക്ക് ധൈര്യമുണ്ടാകേണ്ടത്. നമ്മുടെ നിയ്യത്ത് ഇങ്ങനെയാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.